ഈ സെഷനകത്ത് നമ്മൾ സ്പെഷ്യൽ മാട്രിസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എ മാട്രിക്സ്. അപ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എ മാട്രിക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് നമ്പറുകളെ ഉൾപ്പെടുന്ന ഒരു മാട്രിക്സ് ആയിരിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ട്. എങ്കിൽ മാത്രമാണ് ഒരു കോംപ്ലക്സ് നമ്പർ ആകുമ്പോഴാണ് നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ മാട്രിക്സ് obtained by അല്ലെങ്കിൽ obtained by വേണ്ട, obtained from ആക്കാം. obtained from any given matrix A by replacing its elements by the corresponding complex conjugate number is called the conjugate of A. Conjugate of A എന്നതിൻ്റെ ഡെഫിനിഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. And it is denoted by A conjugate അല്ലെങ്കിൽ A conjugate ഇങ്ങനെയാണ് അതിൻ്റെ A conjugate എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഡെഫിനേഷൻ പറഞ്ഞ് മനസ്സിലാക്കാനേക്കാളായിട്ട് എളുപ്പം ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ A എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട് ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ള ഒരു മെട്രിക്സ് ആണ് ഞാനിവിടെ എഴുതുന്നത് 3+4i. അപ്പോൾ നമുക്കിനി അടുത്ത് എന്താണ്, A കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. A കോംപ്ലിമെൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഓരോ നമ്പേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോൺജുഗേറ്റ് നമ്പറാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1+2iയുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 - 2i, 2 - 3iയുടെ ആകുമ്പോൾ 2 + 3i. 3 എന്ന് പറയുന്ന ആൾ എന്താണ്, അത് 3 തന്നെയാണ്. 8i എന്ന് പറയുന്ന സമയത്ത് അത് -8i ആയിരിക്കും. അടുത്തത് 5 ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 - 4i, ഇവിടെ 3 + 4i ആയിരുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സപ്പോസ് ഒരു റിയൽ നമ്പർ 3 എന്ന് പറഞ്ഞ റിയൽ നമ്പർ, ഇത് കോംപ്ലക്സ് നമ്പർ ആണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താം, 3 + i × 0 ആണ്. അപ്പോൾ അതായത് ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് നമുക്ക് എന്താ കിട്ടുക, 3 + i0 എന്ന് പറഞ്ഞാൽ 3 - i × 0, അതായത് 3 തന്നെയാണ്. ഒരു റിയൽ നമ്പറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയായിരിക്കും, ആ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എഴുതാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ A കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ ആളുടെ കോൺജുഗേറ്റ് കാണാമെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിക്കും, ഇതിൻ്റെ കോൺജുഗേറ്റ് കാണാം, അതായത് 1 + 2i, ഇവിടെ 2 - 3i, ഇവിടെ 3 -8i എന്നുള്ളത് +8i, 5i, 3 + 4i. അപ്പോൾ ഇത് നോക്കൂ, A എന്ന് പറയുന്ന ആളും A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ആളും എന്താണ്, സെയിം ആണ്. A എന്ന് പറയുന്ന ആളും A കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ആളും തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റിസൾട്ട്. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതെന്ന് മാത്രം, പക്ഷെ ഇതൊരു വെൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. ഇനി നമ്മൾ നേരെ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു കോൺജുഗേറ്റ് മാട്രിക്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോൺജുഗേറ്റ് മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് മാട്രിക്സ്. അപ്പോൾ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ദ കോൺജുഗേറ്റ് ഓഫ് the transpose of a matrix
ഈസ് കോൾഡ്, അല്ലെങ്കിൽ മെട്രിക്സ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം മെട്രിക്സ് എ എന്ന് ഞാൻ പേര് വിളിക്കുന്നുണ്ട്. മെട്രിക്സ് എ ഈസ് കോൾഡ് ഇറ്റ്സ് കോഞ്ചുഗേറ്റഡ് ട്രാൻസ്പോസ് and it is denoted by A. അത് സിമ്പിൾ വരയ്ക്കുമ്പോൾ ഉള്ള ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇതിനെ ശരിക്കും നമ്മൾ ഡാഗർ എന്ന് പറഞ്ഞിട്ടാണ് പേര് വിളിക്കുക. എ ഡാഗർ. അതായത് ഈ ടി എന്ന് പറഞ്ഞ പോലെ സാധനം എഴുതിയിരിക്കുന്നത് ബേസിക്കലി എന്താണ്, ഒരു വാള് അല്ലെങ്കിൽ ഒരു കത്തി, ഒരു വാളിൻ്റെ ഷേപ്പുള്ള കത്തി അല്ലെങ്കിൽ വാള് ഇങ്ങനെ കുത്തി നിർത്തിയ പോലത്തെ ഒരു രീതിയാണ് ഇതിൻ്റെ ശരിക്കുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ വരയ്ക്കുക, ഈ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ. അല്ലാന്നുള്ളവർ എന്ത് ചെയ്യുക, എ ട്രാൻസ്പോസ് ഇട്ടിട്ട് അതിനൊരു ഇത് കൊടുക്കുക, കോഞ്ചുഗേറ്റിൻ്റെ ഒരു നൊട്ടേഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിനകത്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ആളാരായിരുന്നു, ഞാൻ റീകോൾ ചെയ്യാണ്. 1 + 2i 2 - 3i 3. അടുത്തത് 8i 5 3 + 4i. ഇനി എന്താ ചെയ്യാനാണ് പറഞ്ഞത്, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ആദ്യം കാണുക. അപ്പോൾ 1 - 2i 2 + 3i 3 - 8i 5 3 - 4i. ഇനി എന്താ ചെയ്യേണ്ടത്, കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ കോഞ്ചുഗേറ്റ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ട്രാൻസ്പോസ് കാണും. അപ്പോൾ എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 - 2i 2 + 3i 3 - 8i 5 3 - 4i. ഇങ്ങനെയാണ് നമ്മൾ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാം. അടുത്ത് നമ്മൾ പോകുന്നത് പുതിയൊരു മെട്രിക്സ് ആണ്. ഇതെല്ലാം കോംപ്ലക്സ് നമ്പറിൽ വരുന്ന മെട്രിക്സുകളാണ്, ഹെർമീഷ്യൻ മാട്രിക്സസ്. A square matrix A is equal to Aij is said to be Hermitian if Aij equal to Aj complement for all I and j. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെർമീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ്, അതായത് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എ എന്ന് പറയുന്നതും ആ മെട്രിക്സ് എ എന്ന് പറയുന്നതും എന്താവണം, ഈക്വൽ ആവണം. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലാണ് അതിനെ നമ്മൾ പേര് വിളിക്കുക, ഹെർമീഷ്യൻ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് വിളിക്കുക. ഒരു ഉദാഹരണത്തിന് നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കാണാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് മാത്രം മതി, കോംപ്ലിമെന്റ് ആവശ്യമില്ല. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ എടുക്കുന്നു. 1 2 + 3i 3 - 4i. അടുത്തത് 2 - 3i 0 4 + 5i. അടുത്തത് 3 + 4i 4 - 5i 2. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടു നോക്കാം. 1 2 - 3i 3 - 4i 3 + 4i. 2 + 3i 0 4 - 5i 3 - 4i 4 + 5i 2. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. A ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എന്ത് ചെയ്യും, 1 2 + 3i
3 മൈനസ് 4i, അടുത്തത് 2 മൈനസ് 3i 0, 4 പ്ലസ് 5i, അടുത്തത് 3 പ്ലസ് 4i 4 മൈനസ് 5i 2, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ എ എന്ന് പറഞ്ഞ മാട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്, അല്ലെങ്കിൽ എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് മാട്രിക്സ് കിട്ടി. അപ്പോൾ ഇതെന്തായിട്ട് മാറി? അതൊരു ഹെർമീഷ്യൻ മാട്രിക്സ് ആയിട്ട് മാറിപ്പോയി. അപ്പോൾ അടുത്ത് വന്നത് ഹെർമീഷ്യൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത് പഠിക്കുന്നത് സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സസ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുന്നു. എ സ്ക്വയർ മാട്രിക്സ് A equal to Aij is said to be skew Hermitian if Aij equal to minus Ji for all I, j. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യം. അല്ല വേണ്ട, എ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്, അതായത് എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് മാട്രിക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലായാൽ മതി? അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ആൾ ആരുടെ ഈക്വലായാൽ മതി? എയോട് ഈക്വലായാൽ മതി. അല്ലെങ്കിൽ മൈനസ് എ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് കോൺജുഗേറ്റിനോട് ഈക്വലായാൽ മതി. ഇത് സംഭവിക്കുമ്പോഴാണ് എന്ത് പറയാൻ പറ്റുക? അത് സ്ക്യൂ ഹെർമീഷ്യൻ മാട്രിക്സ് എന്ന് നമ്മൾ പേര് വിളിക്കുക. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ്, ഞാനൊരു മെട്രിക്സ് ആയിരുന്നു എ എന്ന് പറഞ്ഞിട്ട്. സോ മെട്രിക്സ് 3 മൈനസ് 2 പ്ലസ് 3i മൈനസ് 3 മൈനസ് 4i, 2 പ്ലസ് 3i 4i minus 4 plus 5i, 3 minus 4i 4 plus 5i 0. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് കാണണം? എ കോൺജുഗേറ്റ് കാണണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കാണണം? എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്നൊരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ എ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇത്രയാണ് എന്ത് ചെയ്യാനായിട്ടുള്ളത്. ഇത് ചെക്ക് ചെയ്തിട്ട് തീർക്കേണ്ടത്. ഇനി ഹെർമീഷ്യനും സ്ക്യൂ ഹെർമീഷ്യനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നോർമൽ മാട്രിക്സിലേക്ക്. അപ്പോൾ നോർമൽ മാട്രിക്സ് നോക്കാം. എ സ്ക്വയർ മാട്രിക്സ് A is said to be normal if A and A conjugate transpose commute. എന്ന് വെച്ച് കഴിഞ്ഞാൽ A into A transpose complement equal to A conjugate transpose into A. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് അതിന് എന്ത് പേര് വിളിക്കുക? നമ്മൾ നോർമൽ മാട്രിക്സസ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കൂടുതലായിട്ടും, കാരണം ഇതിനകത്തെല്ലാം കോൺജുഗേറ്റ് വരുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് കോംപ്ലക്സ് നമ്പറിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ എല്ലാ ആൾക്കാർക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേസ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ട്രേസ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ്.
വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തുടർന്ന് ലീനിയർ ആൾജിബ്ര പഠിക്കുന്ന സമയത്ത് നമുക്കിത് മൊത്തം ആവശ്യം വരും. സോ ദ ട്രേസ്, അല്ലെങ്കിൽ അതിനെ ചില ആൾക്കാർ സ്പെർ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്, ഓഫ് എ സ്ക്വയർ മാട്രിക്സ് എ, of a square matrix A denoted by trace of A അല്ലെങ്കിൽ TR of A, വായിക്കേണ്ടത് trace of A is the sum of the elements on the main diagonal. Sum of the elements on the main diagonal. അപ്പോൾ അതൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു 3x3 മെട്രിക്സ് വരച്ചിട്ട് പറയാം. അപ്പോൾ A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതിനാണ് നമ്മൾ A എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ദെൻ ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മെയിൻ ഡയഗണലിൻ്റെ സമ്മാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആളാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഡയഗണൽ. അപ്പോൾ ഈ മെയിൻ ഡയഗണലിൻ്റെ എലമെൻസിൻ്റെ സമ്മാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് A11 പ്ലസ് A22 പ്ലസ് A33. ഇതിനെയാണ് നമ്മളെന്ത് പേര് വിളിക്കുന്നത്? ട്രേസ് ഓഫ് A എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിസൾട്ട് പഠിക്കാനുണ്ട് ഈ ട്രേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. റിസൾട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് A, B, C are square matrices of same order, then trace of ABC equal to trace of BCA equal to trace of CAB. അതായത് ഇവിടെ മെട്രിക്സുകളൊക്കെ മൂവ് ചെയ്തിരിക്കണം എങ്ങനെയാണ്? ഒരു പെർമ്യൂട്ടേഷൻ പോലെയാണ്. അവസാനത്തെ എലമെന്റ് വന്നിട്ട് ആദ്യത്തെ എലമെന്റ് വന്നിട്ട് അവസാനം വന്ന് കിടക്കും. ഇവിടെ എന്ത് വന്നു? അപ്പോൾ ABC-യിലെ A ഇവിടെ വന്നു, സിയുടെ പുറത്ത് വന്നപ്പോൾ BCA കിട്ടി. പിന്നെ BCA-യിലെ B ഇവിടെ നിന്ന് പോകുമ്പോൾ CAB നമുക്ക് കിട്ടി. ഒരു പെർമ്യൂട്ടേഷൻ്റെ ഓർഡറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എല്ലാ ആൾക്കാരും മാറി മാറി പോയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ആവണം, സെയിം ഓർഡർ ആവണം. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ലെറ്റ് A, B, C ഇവരൊക്കെ എന്താണ്? സ്ക്വയർ മാട്രിക്സ് ആണെന്ന് വന്നിട്ടുണ്ട്. സോ സ്ക്വയർ മാട്രിക്സസ് വിത്ത് സെയിം ഓർഡർ ആണ്. അപ്പോൾ ഓർഡറിനെ ഞാൻ ഫിക്സ് ചെയ്യുന്നു വിത്ത് ഓർഡർ N. അപ്പോൾ N ആയിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവരെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നൊട്ടേഷൻ കൊടുക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് for any matrix A, let Aij denote the ij element of A. സാധാരണ നമ്മൾ A എന്ന് പറയുമ്പോൾ എങ്ങനെ കാണിക്കാറ്? Aij എന്ന് പറഞ്ഞ് കാണിക്കാം. A equal to Aij എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നൊട്ടേഷൻ അത് എന്ത് മാത്രം വരുത്തിയിരിക്കുന്നു? ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേസിൻ്റെ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ, അവിടെ ഡയഗണലായിട്ട് എലമെന്റ് കിടക്കുന്ന ആൾക്കാരുടെ സമ്മാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഡയഗണലിൻ്റെ മെമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു സപ്പോസ് നമുക്കൊരു ട്രേസ് ABC കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനകത്ത് ഇപ്പോൾ ഓർഡർ N ആയതുകൊണ്ട് അതുവരെയുള്ള എല്ലാ
എലമെൻറ്റുകളെയും മെയിൻ ഡയഗണലിലെ എലമെൻറ്റുകളുടെയും. അപ്പോൾ മെയിൻ ഡയഗണലിലെ എലമെൻറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? A11, A22, A33, A44. അപ്പോൾ അതായത് AI എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെൻറ്റ്സ് ആണ് ആര് കിടക്കുന്നുണ്ടാവുക? മെയിൻ ഡയഗണലിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ തൽക്കാലം ആ ഡെഫിനേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ABC എന്ന് പറഞ്ഞ മാട്രിക്സ് ആണ്. അതിൻ്റെ ഐയും ജെയും ഈക്വൽ ആവുന്ന അല്ലെങ്കിൽ I എന്ന് പറയുന്ന എലമെൻറ്റ്സുകളുടെ സമ്മാണ് അതിൻ്റെ ട്രേസ്. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ I റേഞ്ചിങ് ഫ്രം 1 to n മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ അസോസിയേറ്റിവിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ A എന്ന മാറ്റി നിർത്തി BCനെ ഒരുമിച്ച് ചെയ്തു. ബാക്കി കാര്യങ്ങളിലൊന്നും എന്തില്ല, വ്യത്യാസമില്ല. ഇവിടെ ഐയും ജെയൊക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. Then summation I ranging from 1 to n. ഇനി നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോർമുല ഉപയോഗിക്കുകയാണ്. സമ്മേഷൻ J റേഞ്ചിങ് ഫ്രം 1 to n. അപ്പോൾ AIJ ഇൻറ്റു BCJI. ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നമ്മുടെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സ്പാൻഷൻ ഡെഫിനേഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിപ്പോകും? സമ്മേഷൻ I റേഞ്ചിങ് ഫ്രം 1 to n, സമ്മേഷൻ J റേഞ്ചിങ് ഫ്രം 1 to n, AIJ ഇൻറ്റു BCJI കിട്ടിയിരിക്കുന്നതാണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ I റേഞ്ചിങ് ഫ്രം 1 to n, സമ്മേഷൻ റേഞ്ചിങ് ഫ്രം J റേഞ്ചിങ് ഫ്രം 1 to n. ഇനിയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു AIയും കൂടി കിടക്കുന്നുണ്ട്. ആ മെട്രിക്സ് എന്താണ്? AIJ വന്ന് കിടക്കുന്നുണ്ട്. ഇനി BC എന്ന് പറഞ്ഞതിൻ്റെ അവിടുത്തെ B എന്ന് പറഞ്ഞ മെട്രിക്സും C എന്ന് പറഞ്ഞ മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡെഫിനേഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ വീണ്ടും സമ്മേഷൻ ഐയും ജെയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ K കൊടുക്കുന്നു. K റേഞ്ചിങ് ഫ്രം 1 to n, BJK, അതുപോലെ ഇവിടെ എന്ത് വരും? CKI. ഇവിടെ JI കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ഇവിടെ തന്നെയാണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി എല്ലാം കൂടി ചുരുക്കി നമുക്ക് എന്ത് കിട്ടും? I റേഞ്ചിങ് ഫ്രം 1 to n, J റേഞ്ചിങ് ഫ്രം 1 to n, K റേഞ്ചിങ് ഫ്രം 1 to n. ആദ്യത്തെ ആൾക്ക് എന്ത് വരും? AIJ വരും. രണ്ടാമത്തെ ആൾക്ക് എന്ത് വരും? BJK വരും. മൂന്നാമത്തെ ആൾക്ക് എന്ത് വരും? KI വരും. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ആരാണ്? ഈ വരച്ചടച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും എന്താണ്? എലമെൻറ്റ്സ് ആണ്. ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇവിടെ മൊത്തം വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ റിയൽ നമ്പറുകൾ വരികയാണെങ്കിൽ റിയൽ നമ്പറുകളൊക്കെ എന്താണ്? അവര് റിയൽ നമ്പറുകളൊക്കെ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. സിൻസ് അപ്പോൾ നമുക്കൊന്ന് എഴുതിയേക്കാം. AIJ, BJK and CKI are real numbers and multiplication of real numbers are commutative and associative. അപ്പോൾ നമുക്ക് അതിന് ഇഷ്ടപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ആൾക്കാരെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിപ്പോകും. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ റിവൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് എന്താ ആവശ്യമുള്ളത്? A എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യണം? അസോസിയേറ്റിവിറ്റി ഉപയോഗിക്കണം. ഇയാളെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അസോസിയേറ്റിവിറ്റി ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു അസോസിയേറ്റ് ചെയ്യണം. ഇതൊന്നായിട്ട്. അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റിവിറ്റി ഉപയോഗിക്കണം. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ഉപയോഗിക്കുമ്പോൾ ഇതിങ്ങോട്ട് വരും, ഈ ടൈം അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ ഭാഗം നമുക്ക് കിട്ടിപ്പോകും.
ഇനി അങ്ങനെ അല്ല ചെയ്യാൻ ഉദ്ദേശിക്കണം, അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ആദ്യത്തെ 2 റിലേഷൻ കിട്ടും. പിന്നെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഇതേപോലെ വീണ്ടും അസോസിയേറ്റ് ചെയ്തിട്ട് കമ്മ്യൂട്ടേറ്റീവ് ചെയ്യണം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ വേറെ എന്ത് കാര്യം ചെയ്യാം, എല്ലാവരും ട്രേസ് ഒന്നാന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ട്രേസ് ABC എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അടുത്തതിൽ നമ്മൾ എന്ത് തുടങ്ങുകയാണ്, ട്രേസ് BCA എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. ഇതേ സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന സമയത്ത് സാധാരണ വരുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. നേരത്തെ പറഞ്ഞ അതേ രീതിക്ക് പോകണം. J2N, ഇത് J ആണ് ഉദ്ദേശിച്ചത്, K1 to N, I21 to N, എന്ത് കിട്ടും, BCA ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ BJK, അടുത്തത് C വരുമ്പോൾ KI, A വരുമ്പോൾ IJ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അഗൈൻ എന്താണ്, ഇവരൊക്കെ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിനകത്ത് സമ്മേഷൻ J റേഞ്ചിങ് ഫ്രം 1 to N, സമ്മേഷൻ K റേഞ്ചിങ് ഫ്രം 1 to N, സമ്മേഷൻ I റേഞ്ചിങ് ഫ്രം 1 to N, BJK എടുത്തു. അതിനുശേഷം ഇവർ രണ്ടുപേരെ അസോസിയേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇവർ അസോസിയേറ്റ് ചെയ്യിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, CKI AIJ എന്ന് പറഞ്ഞ് കിട്ടിപ്പോകും. അടുത്ത സ്റ്റെപ്പിനകത്ത് സമ്മേഷൻ 3 സമ്മേഷൻ ഇട്ടു. ഞാൻ കമ്മ്യൂട്ടേറ്റിവിറ്റി യൂസ് ചെയ്യുവാണ്. ആ കമ്മ്യൂട്ടേറ്റിവിറ്റി യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതെന്തായിട്ട് മാറും, CKJ AIJ, ബാക്കി BJK എന്ന് പറഞ്ഞെടുക്കും. ഇനി ഇതിനകത്ത് ഞാൻ എന്ത് ഉപയോഗിക്കും, അഗെയിൻ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇവിടെ ഉപയോഗിക്കും. അപ്പോൾ സമ്മേഷൻ സമ്മേഷൻ സമ്മേഷൻ, ഇതിനകത്ത് വരുന്ന മാറ്റം എന്തായിരിക്കും, AKJ എയുടെ IJ അല്ലേ വരിക, KJ അല്ലല്ലോ, എന്ന് പറയുന്ന ആളുടെ IJ ആണ്. IJ പിന്നീട് എന്ത് വരും, CKJ, ബാക്കി ഇവിടെ ആര് വരും, BJK എന്ന് പറഞ്ഞ ആൾ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിനകത്ത് ഞാൻ വീണ്ടും സമ്മേഷനുകൾ ഉപയോഗിച്ചിട്ട് അസോസിയേറ്റ് തിരിച്ചെടുക്കുവാണ്. AIJ എടുത്തു, ബാക്കി എന്ത് സംഭവിക്കും, CKJ BJK ആയിട്ട് എടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക, സമ്മേഷൻ ഇനി ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ A ഒഴിക്കട്ടെ, IJ പുറത്തേക്ക് എടുത്ത് ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യാണ്, കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, BJK ബാക്കി CKJ. ഈ പറഞ്ഞ സാധനത്തിനെ ഒന്ന് ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ AIJ BJK CKI അല്ലേ, C വരുമ്പോൾ I ആണ് വരുന്നത് അല്ലേ. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് വരുന്നത്, CKJ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ സമ്മേഷനിൽ ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൾക്കാരൊക്കെ എലമെൻസും തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഐയും ജെയും കെ എല്ലാവരും റേഞ്ച് ചെയ്യുന്നത് 1 to N തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഐയുടെ നൊട്ടേഷൻസ് IJK എന്ന് പറയുന്ന നൊട്ടേഷൻസ് മാറ്റിച്ചിട്ട് പ്രത്യേകിച്ചും വ്യത്യാസങ്ങളൊന്നും അവിടെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് തന്നെയാണ്, എല്ലാം കിട്ടുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. അപ്പോൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് എഴുതിയതാണ്. ഇതുവരെ തന്നെ ഈ സ്റ്റെപ്പ് വരെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന സാധനം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വെച്ചിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ട്രേസ് ABC എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എന്താണ് സംഭവം, കൺവീനിയൻ്റ് ആണ്.
വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നീട്ടി പരത്തിയിട്ടൊക്കെ എഴുതുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താ വെച്ചാൽ ആ സമയത്ത് എഴുതുക.